Hello everyone. Writing task 1. Writing task 2-ൻ്റെ അത്രയും പ്രാധാന്യമില്ലെങ്കിൽ പോലും writing task 1-ഉം IELTS-ലെ വൺ ഓഫ് ദ മാർക്കിംഗ് ക്രൈറ്റീരിയാസിൽ പെടുന്ന ഒന്നാണ്. സോ IELTS അക്കാഡമിക്സ് ആൻഡ് IELTS ജനറൽ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് IELTS ജനറലിനെ കുറിച്ചാണ്. സോ IELTS ജനറലിലെ റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ടാസ്ക് 1 അക്കാഡമിക്സിൽ ഇറ്റ് ഈസ് റിപ്പോർട്ട് റൈറ്റിംഗ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് തന്നിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതുക. ലെറ്റർ റൈറ്റിങ്ങിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കും, ആ ക്വസ്റ്റ്യനെ റിഗാർഡ് ചെയ്ത് ലെറ്റർ എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും ആർക്ക്, എന്ത് എന്നുള്ള വിഷയങ്ങളെല്ലാം. ഇനി ഹൗ ടു റൈറ്റ് ദ ലെറ്റർ, എങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത്? സോ നമ്മൾ പണ്ട് പഠിച്ചു വന്നിരുന്ന സോ കോൾഡ് അഡ്രസ്, ഡേറ്റ്, ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ IELTS ലെറ്റർ റൈറ്റിങ്ങിന് ആവശ്യമില്ല. IELTS ലെറ്റർ റൈറ്റിങ്ങിന് ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഡിയർ ഓർ റെസ്പെക്റ്റഡ്. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് അനുസരിച്ച് അതിനെ മാറ്റാവുന്നതാണ്. ഇനി ഈ ടോപ്പിക് അനുസരിച്ച് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. ഹൗ യു ക്യാൻ ഡിവൈഡ് ദീസ് ടോപ്പിക്സ്, എങ്ങനെ നിങ്ങൾക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും? So, there are 3 types of letter. What can be that? Formal, semi-formal and informal. ഇനി എന്താണ് ഫോർമൽ ലെറ്റർ? നമ്മളൊരു അതോറിറ്റിക്ക് അയക്കുന്ന ലെറ്ററാണ് എപ്പോഴും ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഒരു പ്രിൻസിപ്പലിന് അയക്കുന്ന ലെറ്റർ, പോലീസ് പേഴ്സണലിന് അയക്കുന്ന ലെറ്റർ, എയർപോർട്ട് അതോറിറ്റിക്ക് അയക്കുന്ന ലെറ്റർ, ലൈക്ക് വൈസ് അതോറിറ്റീസിന് ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്ന ലെറ്റേഴ്സാണ് ഈ പറയുന്ന ഫോർമൽ ലെറ്റർ. ഇനി എന്താണ് ഇൻഫോർമൽ ലെറ്റർ? ഫോർമൽ ലെറ്റർ അതോറിറ്റീസിന് അയക്കുന്നതാണെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ നമ്മുടെ ഏറ്റവും ഡിയർ വൺസിന് അയക്കുന്നതായിരിക്കാം. ഫ്രണ്ട്സിന് അയക്കുന്നത്, ഫാമിലീസിന് അയക്കുന്നത്, റിലേറ്റീവ്സിന് അയക്കുന്ന ലെറ്റേഴ്സൊക്കെയാണ് ഇൻഫോർമൽ ലെറ്റർ. ഈ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. നൗ വാട്ട് ഈസ് ദിസ് സെമി ഫോർമൽ ലെറ്റർ? എന്താണ് സെമി ഫോർമൽ ലെറ്റർ? സെമി ഫോർമൽ ലെറ്റേഴ്സ് പല തരത്തിൽ വരും. നമ്മളൊരു നെയ്ബറിന് അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് താമസം മാറിപ്പോയ ഒരു വ്യക്തിക്ക് അയക്കുന്നത്, പുതിയതായി താമസിക്കാനായി വന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പർപ്പസിന് വേണ്ടി അയക്കുന്ന ലെറ്റേഴ്സ്. അതായത് ഒരുപാട് പരിചയമൊന്നുമില്ലാത്ത ഒരാൾ, എന്നാൽ ഒരു അതോറിറ്റി അല്ല, നമ്മുടെ റിലേറ്റീവുമല്ല. സോ അതിൻ്റെ ആ ഒരു കോഡിൻ്റെ മിഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അയക്കുന്ന ലെറ്ററാണ് സെമി ഫോർമൽ ലെറ്റർ. മൂവിങ് ഓൺ. ഇനി എങ്ങനെ എഴുതാം നമുക്ക് ലെറ്റർ? ഈ പറഞ്ഞതുപോലെ അഡ്രസ്സോ ഡേറ്റോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. യു ക്യാൻ ഡയറക്ട്ലി സ്റ്റാർട്ട് വിത്ത് ഡിയർ ഓർ റെസ്പെക്റ്റഡ്. അതിൽ സല്യൂട്ടേഷൻ കൊടുത്ത് നമുക്ക് എഴുതി തുടങ്ങാം. സബ്ജക്റ്റും നമുക്ക് ആവശ്യമില്ല. യു നീഡ് നോട്ട് റൈറ്റ് എനി കൈൻഡ് ഓഫ് സബ്ജക്ട്സ്. പിന്നെ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, അതിൽ പരാമർശിച്ചിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസ്, നമുക്കൊരു 2 അല്ലെങ്കിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ആ സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അറ്റ് ദി എൻഡ് വാം റിഗാർഡ്സ് എന്നോ അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ എന്തെങ്കിലും പറഞ്ഞ് ലെറ്ററിനെ അവസാനിപ്പിക്കുക. സോ ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ച് ബേസ് ആയിട്ട് നമുക്ക് പറയാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ലെറ്റർ റൈറ്റിംഗ് പ്രാചീന കാലം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്ന ഒന്നാണ്. ഡിഫറൻസ് വരുന്നത് നമുക്ക് ബിഗിനിങ് ആൻഡ് എൻഡിൽ ഈ പറയുന്ന ഫ്രം, ടു, ഡേറ്റ്, ആ വക വിഷയങ്ങളൊന്നുമില്ല. ബട്ട് ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ്, ആ ഒരു ക്ലോസ് മസ്റ്റാണ്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അതും അല്ലെങ്കിൽ വാം റിഗാർഡ്സ് വിത്ത് ലവ്, ഡിപ്പെൻസ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലെറ്റർ. Take care. Please do visit, watch, subscribe and follow us. And press the bell icon too.